അസ്സലാമലൈക്കും. നമ്മളിന്ന് കൊല്ലത്ത് നോമ്പ് തുറയുടെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 3:30 തന്നെ ഞങ്ങൾ നോമ്പ് തുറയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തൊന്ന് ഫ്രഷ് ആവാനായിട്ട് റൂമിൽ വന്നു. അതിനുശേഷമാണ് പിന്നെ സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ നിരത്തിയത്. ഇനി നിരത്തിയതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമെന്ന് അറിയില്ല. ഞങ്ങളിവിടെ കൊല്ലംകാർ നിരത്തുക എന്നാണ് പറയുക. പിന്നെ പറക്കി വെക്കുക, എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് എന്താ പറയുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. അങ്ങനെ നമ്മൾ ഏകദേശം പകുതിയോളം സാധനങ്ങൾ തീർത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് കൊല്ലം വരെ പോകാനായിട്ടൊന്ന് വാപ്പിടുത്തൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങി. മെയിനായിട്ട് എനിക്കൊരു ഡ്രസ്സ് നോക്കാനായിട്ടായിരുന്നു പെരുന്നാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പെരുന്നാൾ തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നതിനേക്കാളും ഞാനിവിടെ MKയിലൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതവിടെ കാണൂല എന്നറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ 3rd ഫ്ലോറിലോട്ട് പോയി. പ്രതീക്ഷ പോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയുള്ള 1-2 ഡ്രസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ കോട്ട് സെറ്റ് ഞാനൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്തു. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഷാറൂഖിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ അവസാനം ഈ ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു. നേരെ ഇറങ്ങി വീട്ടിലോട്ടാണ് പോണത്. അതിനിടയിൽ കല്ല് സോഡ കുടിക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടെങ്കിലും അത് ഡ്രോപ്പ് ചെയ്തു. ബിക്കോസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഫ്രൂട്ട്സും അങ്ങനെ ജ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നേരെ വീട്ടിൽ ചെന്നിട്ട് ഇനി അത് കഴിക്കണം. ഞങ്ങൾക്കിനി കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. ഫുഡ് കഴിക്കുക, നേരെ കിടന്ന് ഉറങ്ങുക. പിന്നെ രാവിലെ സുബഹിക്കാൻ ഇടയിത്തരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. സോ നമ്മൾ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.